ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഇംഗ്ലീഷ് ക്രാക്കർ സീരീസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ ആസ് എ ടീച്ചർ കുട്ടികൾ എന്നോട് പറഞ്ഞ് ഫേസ് ചെയ്തൊരു പ്രശ്നം, 100ഉം 150ഉം റൂൾസ് ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല മിസ്സേ എക്സാം ആവുമ്പോൾ. ഏറ്റവും എളുപ്പത്തിൽ ഇത് പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പഠിക്കുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ബൈ ഹാർട്ട് ആവുകയാണെങ്കിൽ, അതായത് ആ ഐഡിയ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുകയാണെങ്കിൽ എക്സാമിന്റെ സമയത്ത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? പരീക്ഷ എഴുതുമ്പം പണ്ട് കേട്ട സിനിമയുടെ പാട്ടൊക്കെ ഓർത്തെടുക്കാൻ കഴിവുള്ള നമുക്ക് എന്തുകൊണ്ട് ഈ കുട്ടി കുട്ടി ഐഡിയാസ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല? സോ നമ്മൾ ഈ വലിയ വലിയ റൂൾസ് എന്നുള്ള ക്ലാസ്സിന് പകരം എക്സെപ്ഷൻസും ട്രിക്സുമായിട്ടുള്ള കുട്ടി കുട്ടി ക്രാക്കിംഗ് സാധനങ്ങളാണ് ഈ ഇംഗ്ലീഷ് ക്രാക്കേഴ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എക്സെപ്ഷൻസ് ആണ് ഐയും ഓൾവേസും. ഐ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, അല്ലെ? ഒരു സിംഗുലർ. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പറയുമ്പോൾ ഐ പറയും. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സോ നമ്മൾ ഐ എന്ന ഉപയോഗിക്കുന്നത് കൂടുതലും ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിനാണ്. പക്ഷേ ഐ പലപ്പോഴും വേറൊരു സാഹചര്യത്തിൽ കാണപ്പെടാറുണ്ട്. അതായത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് റൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം എന്ന്. ഐ സിംഗുലർ അല്ലേ, അപ്പൊ ഐയുടെ കൂടെ വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണ്ടേ? പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഐയുടെ കൂടെ പ്ലൂറൽ വെർബ് കാണാറുണ്ട്. അപ്പോൾ അത് തെറ്റല്ലേ? അല്ല. ഐക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐയുടെ ഒരു എക്സെപ്ഷൻ തന്നെ അതാണ്. ഐക്ക് ഒരു പ്ലൂറൽ വെർബിന്റെ കൂടെ ഒരു സെന്റൻസിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഐ ആസ് എ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഐ ആം, ഐ വാസ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബട്ട് ഐ ക്യാൻ ബി യൂസ്ഡ് വിത്ത് പ്ലൂറൽ വെർബ്സ്. ഐ ഹാവ്, ഐ ഡു, ഐ റൈറ്റ്. ലൈക്ക് ഐ ഗോ ടു ദി സ്റ്റോർ ഓൺ മൺഡേസ്. ഇവിടെ കണ്ടോ, ഗോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ബേസ് ഫോംസ്, വെർബിന്റെ ബേസ് ഫോംസിന്റെ കൂടെ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റും? ഐക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം വെർബ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ്: നമ്പർ, ടെൻസ് ആൻഡ് പേഴ്സൺ. അപ്പോൾ നമ്മളെല്ലാവർക്കും സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് റൂളും നന്നായിട്ട് അറിയുന്നവരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഡൗട്ട് ഉണ്ടാവും. ഡൗട്ട് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഈ ഡൗട്ട് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐയുടെ എക്സെപ്ഷൻ ആണത്. ഐയുടെ ഏറ്റവും വലിയൊരു എക്സെപ്ഷൻ ആണ്. ഐക്ക് എന്തിന് സാധിക്കും? പ്ലൂറൽ വെർബിന്റെ കൂടെ സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അയ്യോ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇപ്പം എറർ ഡിറ്റക്ഷൻ ആയിരിക്കും. ABCD, എ തെറ്റാണ്, ഐ വരില്ല എന്ന് പറഞ്ഞ് കൊടുക്കണ്ട. അത് നോ എറർ ആയിരിക്കും. കാരണം ഐക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്ലൂറൽ വെർബിന്റെ കൂടെ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത് നോക്കാം ഓൾവേസ്. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഓൾവേസ് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ഹാബിറ്റ് കാണിക്കാൻ നമ്മൾ ദിനം പ്രതി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഓൾവേസ് ഉപയോഗിക്കുന്നത് എന്ന്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഓൾവേസ് ഹാബിറ്റ് മാത്രമല്ല, ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ അനോയൻസ് എന്നൊരു പ്രത്യേകം കൂടി എന്തിനുണ്ട്? ഓൾവേസിനുണ്ട്. It indicates something as a habitual action. Yes. Also it indicates something as a irritation or annoyance. അതായത് എങ്ങനെ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആണ്. എങ്ങനെ? If always is used as a habitual action, then the sentence will be in simple present tense. Always ഒരു habitual action ആയിട്ടാണ് നിങ്ങൾ സെന്റൻസിൽ കാണുന്നതെങ്കിൽ അതെപ്പോഴും എന്തിലായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. അതായത് സബ്ജക്ട് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം പ്ലസ് എസ് ഓർ ഇഎസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇറിറ്റേഷൻ ആണെങ്കിലോ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ ആയിരിക്കും ഉപയോഗിക്കുക. അതായത് സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം, ആർ പ്ലസ് V1 പ്ലസ് ING. ഇപ്പൊ താഴെ നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഷീ ഓൾവേസ് കംപ്ലൈൻസ് അബൌട്ട് ഹെർ ഹസ്ബൻഡ്. ഇവിടെ എന്താണ്? ഏതാണ് ഇവിടുത്തെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഹാബിച്വൽ ആണോ ഇറിറ്റേഷൻ ആണോ? നമുക്കറിയാം എസ് ഓർ ES ഉപയോഗിച്ചിട്ടുണ്ട് വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ. അപ്പൊ എന്താണിത്? ഇത് സിമ്പിൾ പ്രസന്റൻസ് ആണ്. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ ആണ്. അവൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യാറുണ്ട്? അവളെ ഹസ്ബൻഡിനെ കുറിച്ച് കംപ്ലൈന്റ് എന്തോ ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല, എപ്പോഴും കംപ്ലൈന്റ് തന്നെയാണ്. ഇനി അടുത്ത് നോക്കിയേ, ഷീ ഈസ് ഓൾവേസ് കംപ്ലൈനിങ് അബൌട്ട് ഹെർ ഹസ്ബൻഡ്. അതൊരു ഇറിറ്റേഷൻ ആയിട്ട്, അവൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് പറയുന്നത്, അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് കംപ്ലൈൻസ് പറയുന്നത്. അവിടെ എങ്ങനെ മനസ്സിലാക്കാം? ING ഫോം വന്നു. അപ്പോൾ ഈ ഓൾവേസ് അവിടെ എന്തായി? അത് ഇറിറ്റേഷൻ ആയി. മനസ്സിലായില്ലേ? ഇതാണ് ഓൾവേസിന്റെ ഒരു എക്സെപ്ഷൻ. ഓൾവേസിന്റെ ഒരു ഇറിറ്റേഷൻ ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും, ഒപ്പം ഒരു എന്തായിട്ട് പറ്റും? യെസ്, ഒരു ഹാബിറ്റ് ആയിട്ടും പറ്റും. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി ഈസ് ഓൾവേസ് കംപ്ലൈനിങ് അബൌട്ട് ഹെർ വെൻ എവർ ദേ മീറ്റ്, നോ എറർ. എപ്പോൾ കണ്ടാലും, വെൻ എവർ ദേ മീറ്റ്, എപ്പോഴൊക്കെ കണ്ടാലും എന്താ ചെയ്യുന്നത്? അവളെ കുറിച്ച് കംപ്ലൈന്റ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വെൻ എവർ ദേ മീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഹാബിറ്റ് ആണ്. ഹാബിറ്റ് ആവുമ്പോൾ ഇവിടെ എന്ത് വരണം? whenever they meet. അപ്പോൾ ഹാബിറ്റ് ആവുമ്പോൾ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? യെസ്, ഹി ഓൾവേസ് കംപ്ലൈൻസ് അബൌട്ട് ഹെർ. നമുക്ക് ഇവിടെ ഈസ് കട്ട് ചെയ്യാം, കംപ്ലൈനിങ് മാറ്റി എന്താക്കാം? കംപ്ലൈൻസ് ആക്കാം.
ഓക്കെ, ഹി ഓൾവേസ് കംപ്ലൈൻസ് അബൌട്ട് ഹെർ വെൻ എവർ ദേ മീറ്റ്. അവർ എപ്പോൾ കണ്ടാലും എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. സോ അടുത്ത് നോക്കുക, ഹി ഈസ് ഓൾവേസ് ഗോയിങ് ഫോർ എ വാക്ക് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഹി ഈസ് ഓൾവേസ് ഗോയിങ് ഫോർ എ വാക്ക്. കറക്റ്റ് അല്ലേ? ഗോയിങ് ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ആഹാരത്തിന് ശേഷം എന്ത് ചെയ്യും, നടക്കാനായിട്ട് പോകും. കറക്റ്റ് ആണോ? യെസ്. പക്ഷെ ഇവിടെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഗോയിങ്? ഗോയിങ് എന്ന് പറയുമ്പോൾ എന്തായി, കണ്ടിന്യൂസ് ടെൻസിലേക്ക് വന്നു. അപ്പൊ ഇവിടെ ഇറിറ്റേഷൻ ആയിട്ടാണോ പറഞ്ഞത്? എല്ലാ ദിവസവും ആഹാരം കഴിച്ചിട്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്നു, നടക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുന്നതാണോ? അല്ല. എല്ലാ ദിവസവും ആഹാരം കഴിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ നടക്കാനായിട്ട് പോവാറുണ്ട്. അതൊരു ഹാബിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഗോയിങ് അല്ല, എന്ത് വരണം, ഗോസ് വരണം. നമ്മൾ എന്ത് ചെയ്യുക, ഈസും ഗോയിങ്ങും കട്ട് ചെയ്യുക. ദെൻ ഹി ഓൾവേസ് ഗോസ് ഫോർ എ വാക്ക് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ കണ്ടല്ലോ, രണ്ടിലും എന്താണ് ആൻസർ? റോങ്. എ ആണ്, സെക്ഷൻ എ ആണ് റോങ് ആയിട്ട് വന്നത്. സോ ഓൾവേസിന്റെ ഈ ഒരു എക്സെപ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിനെ ശരിയാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതുപോലത്തെ എക്സെപ്ഷൻസുമായിട്ട് ഇംഗ്ലീഷ് ക്രാക്കർ സീരീസിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ അതുവരെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ വൊക്കാബ് സീരീസ് ഒക്കെ വരുന്നുണ്ട്, അത് കാണുക. ക്വാണ്ടും റീസണിങ്ങും ഒക്കെ പഠിക്കുക. റെഡി ആയിട്ടിരിക്കുക. ഇത്തവണ വരുന്ന എല്ലാ ബാങ്ക് എക്സാംസും നമുക്ക് ക്രാക്ക് ചെയ്യണം. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.